കൺഗ്രാറ്റ്സ് ഫസ്റ്റ്. Thank you, sir. Thank you. ശരി, ഇത് നമ്മുടെ പിള്ളേരാണ്. ഫൈനലി ക്വാളിഫൈ ആയിട്ട് കാണാൻ വന്നതാണ്. അതിൽ വളരെ സന്തോഷമുണ്ട് രണ്ടുപേരും ക്വാളിഫൈ വന്നില്ല. ഓക്കെ, നമുക്ക് ഇനി ഇവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം അല്ലേ? ഓക്കെ. എന്ത് തോന്നുന്നു? ഇത്രയും കാലം കഷ്ടപ്പെട്ടൊക്കെ പഠിച്ച് കിട്ടി, ഇനിയിപ്പോ എന്താ അവസ്ഥ? ഇതുവരെ പ്രോസസ് ആയിട്ടില്ല സർ. ഇത് കഴിഞ്ഞു എന്നുള്ളത് പ്രോസസ് ആയി വരുന്നേ ഉള്ളൂ. പ്രോസസ് ആയി വരുന്നേ ഉള്ളൂ. ഹാപ്പിയാണ്. എന്താ ഇനി നമ്മുടെ പരിപാടി? പറയുമ്പോ ഞാൻ കുറച്ചൊക്കെ എക്സ്പെക്ടഡ് ആയിരുന്നു. അതായത് എക്സാം കഴിഞ്ഞപ്പോ തന്നെ പാസ് ആവുന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ രണ്ട് പേപ്പർ, ഒരു പേപ്പറല്ലേ പേപ്പർ മാത്രമായിട്ട് അപ്പോ സമാധാനം. അതാണ് ഒരു മെയിൻ ഫീൽ. അതെ, എക്സാംസിനെ മിസ് ചെയ്യുന്നുണ്ടാ? ഹാബിച്വലായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട്, അല്ലാതെ കൈ വരയ്ക്കുന്നുണ്ടോ മെയ് അറ്റംപ്റ്റ് എന്നൊക്കെ പറയുമ്പോ ഒരു ബുദ്ധിമുട്ട്. പിന്നെ അപ്പോ എക്സാം എഴുതി കഴിഞ്ഞ ശേഷം എങ്ങനെയായിരുന്നു ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു? അപ്പൊ പാസ്സാവും എന്നുള്ളൊരു ഹോപ്പ് ഉണ്ടായിരുന്നു? രണ്ട് പേപ്പറേ ഉണ്ടായിരുന്നുള്ളൂ നിനക്ക്? ഒരു പേപ്പറേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അപ്പോ ഒരു AFM ഒരു ദിവസം ഗ്യാപ്പും ഉണ്ട്, 2 ദിവസം ഗ്യാപ്പും ഉണ്ട് അല്ലേ? അപ്പൊ ഇവിടുന്ന് നമ്മളൊരു ഇതൊക്കെ റിവിഷനൊക്കെ എത്തിച്ചിട്ടാ പോയത്. എന്നിട്ട് പിന്നെ എന്തായിരുന്നു അവസ്ഥ? അങ്ങനെ എക്സ്പെക്ട് ചെയ്ത പോലെ ആയിരുന്നില്ല. അതായത് കുറച്ച് തിയറി കൂടുതലായിരുന്നു. അപ്പോ ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു. 50-50% ചാൻസ് അങ്ങനെ വിചാരിച്ചായിരുന്നു. ഇപ്പൊ FR ഈ പറഞ്ഞ പോലെ കുറച്ച് തിയറി കൺസെപ്റ്റ് കൂടുതൽ ചോദിക്കുന്നുണ്ട്. പണ്ട് ആ പ്രോബ്ലം അങ്ങനെ എഴുതി വെച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ തിയറി കൂടി എഴുതണല്ലോ. അത് ഇപ്പൊ പാറ്റേൺ ഒന്ന് ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആക്ച്വലി 50-50 ആയിരുന്നു. ഓഡിറ്റോ ആണ് പിന്നെ എല്ലാവർക്കും പ്രശ്നം ഉണ്ടായിരുന്നു. ഓഡിറ്റോ എന്തായിരുന്നു? ഓഡിറ്റ് ഇത്തവണ ബെറ്റർ പേപ്പർ ആയിരുന്നു. മുന്നത്തെ അറ്റംപ്റ്റ്സ് പോലെ ആയിരുന്നില്ല, നല്ല പേപ്പർ ആയിരുന്നു. ഓഡിറ്റ് കഴിഞ്ഞപ്പോ സാധാരണ കിട്ടുന്നേക്കാട്ടിലും സമാധാനം ഉണ്ടായിരുന്നു. ശരി ശരി. നീ പിന്നെ എക്സാമിന്റെ തലേ ദിവസം കുറച്ചു ദിവസം മുന്നേ വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അതപ്പോ ആദ്യം ഇവിടുന്ന് പോകുമ്പോ ഒരുമിച്ച് പോവാന്ന് പറഞ്ഞിട്ട് വിളിച്ചതാ. അപ്പോഴാണ് കവറേജ് ഒക്കെ എന്തായെന്ന് ചോദിച്ചപ്പോഴാണ് എന്റെ അടുത്ത് കുറച്ച് കഥകളൊക്കെ പറഞ്ഞത്. ഞാൻ ആകെ ഈ കുറച്ച് പോർഷൻസേ നോക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ ആ ഒരു സമയത്ത്, അതായത് ലാസ്റ്റ് ഒരാഴ്ചയായി പഠിക്കാൻ വന്നപ്പോ, അപ്പൊ ഓഡിറ്റ് മാത്രം വെച്ച് പഠിക്കുക അത്ര എളുപ്പമായിരുന്നില്ല. അപ്പൊ ആ ഒരു സമയത്ത് കോൺഫിഡൻസ് ഇല്ല ഒട്ടും. അപ്പൊ സാറിനോട് ഞാൻ ഇത്രയൊക്കെ പഠിച്ചേ പറഞ്ഞപ്പോ സാറിന്റെ ഒരു ഗൈഡൻസിലാണ്, ആ ഒരു കോൺഫിഡൻസിലാണ് പോയി എഴുതിയത്. നീ പറഞ്ഞ കുറച്ച് ടോപ്പിക്സ് ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പൊ ആ ടോപ്പിക്സ് പറഞ്ഞപ്പോ ഞാനും ഏകദേശം പാസ്സായത് ഏകദേശം ഈ ടോപ്പിക് ഒക്കെ വെച്ചിട്ടാ. അപ്പൊ പിന്നെ അത് മതി, അതായിരുന്നു എന്റെ ഒരു ധൈര്യം. അപ്പൊ പിന്നെ അതാണ് ചാമ്പിക്കോ എന്ന് പറഞ്ഞത്. ശരി, അങ്ങനെ. പിന്നെന്താ? പിന്നെ ഒരു കാര്യം, ലഡു ഒക്കെ തന്നു. ഇനി നിനക്ക് വേണ്ടിട്ടൊരു സാധനം ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഓർമ്മ ഉണ്ടാവും വിചാരിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടാവും വന്നിട്ടുണ്ടാവാം. ഇത് എടുക്കാനുള്ള റീകവറി വരവായിരിക്കും അല്ലേ? ശരി, അപ്പൊ ഇതിന്റെ കഥ ഞാൻ തന്നെ ഇങ്ങോട്ട് പെട്ടെന്ന് പറയാം അല്ലേ? അപ്പൊ ആദ്യത്തെ ബാച്ചിലൂടെ ഈ പറഞ്ഞ പോലെ ആദ്യം ഞങ്ങൾ എടപ്പാള് പോയിട്ടൊക്കെ ഇരുന്ന് സെൽഫ് സ്റ്റഡി ബാച്ചിൽ ഞങ്ങളൊരു കൂട്ടം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് പിന്നെ ഈ സെന്നിലേക്ക് വന്നത്. അപ്പൊ അവിടെ ഈ മൾബറിന്റെ കഥയൊക്കെ പറഞ്ഞ് രാധികയുടെ ഒരു ദിവസം വന്ന് ചോദിച്ചത് മൾബറി കൊണ്ട് വൈൻ ഇടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ വൈൻ ഇട്ടിട്ടുണ്ടെന്ന് കഥ പറഞ്ഞ് കേട്ടിട്ടാണോ ചോദിച്ചത്. അപ്പൊ ചോദിച്ചപ്പോ വൈൻ ഇടാൻ പറ്റുന്നായി. അപ്പൊ അതുവരെ ഈ മൾബറി കാണുമ്പോൾ എല്ലാ ദിവസവും പോയിട്ട് ഈ ബ്രേക്കിന്റെ സമയത്ത് നമ്മളെ 10:30 ബ്രേക്കിൽ പോയിട്ട് മൾബറി അത് കഴിഞ്ഞ് വൈനിന്റെ കഥ കേട്ടപ്പോ അത് ഇട്ട് നോക്കാന്നായി. അപ്പൊ ആദ്യം ഇതിന് ചെറിയൊരു ഡപ്പയായിരുന്നു, ഒരു കഷായ ഡപ്പയായിരുന്നു, കുഞ്ഞു ഡപ്പ, രസായനത്തിന്റെ ഡപ്പ. അതിനിതില് ഇവിടെ ഇട്ട് വെച്ചു. അതിന്റെ ഒപ്പം പഞ്ചസാരയൊക്കെ ഇട്ട് അടച്ചു വെച്ചിട്ട് ഈ സാധനം ഒരു ദിവസം അരുണ്ടയിലാണ് സേഫ് കീപ്പിംഗ്. ഇവര് രണ്ടുപേരുമാണ് മറ്റേ കമ്പൈൻ സ്റ്റഡി, ഗ്രൂപ്പ് സ്റ്റഡി. നിമ്മിയാണ് ഗ്രൂപ്പ്. നിങ്ങൾ 4 പേരായിരുന്നല്ലോ. അപ്പോ അരുണിന്റെ കയ്യിൽ സേഫ് കസ്റ്റഡിയിൽ കൊടുത്തിട്ട് ഒരു ദിവസം ഞാൻ അരുണിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഈ സാധനം മാറ്റി വെക്കാം. അരുണിന്റെ അടുത്ത് പറഞ്ഞില്ല, ഞാൻ ഈ സാധനം അവിടെ നിന്ന് മാറ്റി വെച്ചു. എന്നിട്ട് ഉള്ളിട്ട് കൊണ്ടിട്ട് പറഞ്ഞു, അരുൺ സാധനം അടിച്ചു തോന്നുന്നു, സാധനം കാണല്ലേ. ഇവിടുന്ന് കേട്ട ഉടനെ വേഗം അരുണിന്റെ റൂമിന്റെ അടുത്ത് പോയി ചെന്നിട്ട്, അരുൺ ഇരിക്കുന്ന റൂമുണ്ടായിരുന്നു, അവിടെ റൂമിന്റെ അടുത്ത് ചെന്നിട്ട് എവിടെ എന്നെ വൈകില്ലെന്ന് പറഞ്ഞിട്ട് കൊങ്ങയ്ക്കൊരു പിടിയാ. അത് CCTV ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് കുറച്ച് കാലം നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ സർക്കുലേഷൻ വൈറലായിരുന്നു.
പിന്നെ അതിനുശേഷം പിന്നെ ഇവൾക്ക് ആരും ഏൽപ്പിക്കാൻ ഒരു ധൈര്യമില്ല. അപ്പൊ പിന്നെ ഒരു മോട്ടിവേഷൻ ആവട്ടെ. അന്നാണ് വെച്ചാൽ ആ ഫസ്റ്റ് അറ്റംപ്റ്റാണ്. അപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റില് ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തില്ല. ഇവള് ക്ലാസ് അറ്റൻഡ് ചെയ്യാതെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ മൊത്തം ഡൗൺ ആയിട്ടാണ്. അപ്പൊ ഒരു മോട്ടിവേഷൻ കൂടി ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇത് എന്റെ കയ്യിലിരുന്നു. അപ്പോഴേക്കും കുറച്ചുകൂടി അവള് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു കുപ്പിയിലാക്കി, വലിയ കുപ്പിയിലാക്കി. വലിയ കുപ്പി എന്നല്ല, ഒരു ചെറിയ കുപ്പി, അതിലും വലിയ കുപ്പി അതിലേക്ക് ആക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് നീ പാസ്സായിട്ട് വരുമ്പോൾ അന്നത്തെ ദിവസം ഞാൻ തരുന്നു പറഞ്ഞിട്ട് മാറ്റി വെച്ചു. അപ്പൊ അത് ഒരു വർഷത്തെ പഴക്കമായിട്ടുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയാണ് അതിന്റെ കഥ. അപ്പോ സെന്നിലത്തെ രണ്ടാമത്തെ ക്ലാസ് ബാച്ച്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് ബാച്ച് കഴിഞ്ഞു, രണ്ടാമത്തെ ക്ലാസ് ബാച്ച് കഴിഞ്ഞു. സെൽഫ് സ്റ്റഡിക്ക് കുറെ പേര് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്കൊരു നിർബന്ധമായിരുന്നു, ക്ലാസ് ബാച്ചേ ഞാൻ എടുക്കുള്ളൂ എന്നുള്ള പേരില്ല. അപ്പൊ 4 പേര് വെച്ചാൽ 4 പേര് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജോയിൻ ചെയ്ത് നമ്മൾ ഇതുപോലെ ഒരു ടേബിളിന്റെ മുന്നിലെത്തി അല്ലേ. അപ്പൊ ആ ടേബിളിന്റെ മുന്നിലേക്ക് എത്തിയ കഥ എങ്ങനെയാണ്, ഈ ടേബിളിന്റെ സെന്നിന്റെ ക്ലാസ് ബാച്ചിന്റെ ടേബിളിന്റെ മുന്നിലേക്ക് എത്തിയത്, നമ്മൾ എങ്ങനെയാണ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ കഥ എങ്ങനെയായിരുന്നു പറയാം, എങ്ങനെ ഇവിടേക്ക് എത്തിപ്പെട്ടു. ഞാനിവിടെ എത്തിപ്പെട്ടതിന്റെ ഒരു റീസൺ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തു, പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഒറ്റയ്ക്ക് നടക്കൂല, ഒരു പ്രോപ്പർ ഗൈഡൻസിന്റെ ആവശ്യമുണ്ടെന്നുള്ളത്. പിന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്കാണെങ്കിൽ വല്ലാണ്ട് ഒരു സ്ട്രെസ് ഫ്രീ എൻവയോൺമെന്റ് ആണ് താല്പര്യം. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ തന്നെ എന്നുള്ള ഇത് തീരുമാനിച്ച് അങ്ങനെ പോകുന്നു. ആര്യ വഴിയാണ് സർ വന്നത്. എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു ഫസ്റ്റ് ഗ്രൂപ്പിന്റെ. അപ്പോ അതായത് സെക്കൻഡ് ഗ്രൂപ്പ് എഴുതി റിസൾട്ട് വെയിറ്റിംഗ് രാധിക അരുണും റിസൾട്ട് വെയിറ്റിംഗ് ആയിരുന്നു. എന്നിട്ട് നമ്മൾ ജൂണിൽ ക്ലാസ് തുടങ്ങി റിസൾട്ട് വന്നു, സെക്കൻഡ് ഗ്രൂപ്പ് പാസ്സായി. അതുവരെ ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് കിട്ടോ ഇല്ല എന്നുള്ള സംശയത്തിലായിരുന്നു. റിസൾട്ട് വന്നു, പാസ്സായി, അങ്ങനെ തുടങ്ങി. അപ്പൊ ആദ്യം വന്നപ്പോ ആര്യ മാത്രമേ കറക്റ്റ് ടൈമിലെത്തിയാണ്. ആദ്യം പറഞ്ഞ സമയത്തേക്ക് ആര്യം വന്നു, അടുത്ത ദിവസത്തേക്ക് നിമ്മിയായിരുന്നു. എന്നിട്ട് ഞാൻ അടുത്ത ആൾക്കാർ വരാൻ വേണ്ടി ക്ലാസ് ഒരു ദിവസം കൂടി നീട്ടുക എന്ന് പറഞ്ഞ് നീട്ടി വെച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒരു ദിവസം നീട്ടി, രണ്ടാമത്തെ ദിവസം നീട്ടി, മൂന്നാമത്തെ ദിവസം ആരുടെ ഞാൻ പറഞ്ഞു ഇനി ആര് വന്നില്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കും അല്ലെ. അങ്ങനെ ആദ്യം തന്നെ എടുത്ത ക്ലാസ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആയിരുന്നു. അത് അരുണിന്റെ അടുത്ത് പറഞ്ഞു ചോദിച്ചാലാണ് കഥ വരിക. അരുണിന്റെ അടുത്ത് ആദ്യം തന്നെ PPO ഒക്കെ എടുക്കുന്നുണ്ടാവുക. PPO ഒക്കെ കുറെ ഞാൻ ക്ലാസ് കേട്ടതാ എന്ന് പറഞ്ഞിട്ട് 2 ദിവസം ലേറ്റ് ആയിട്ടായിരുന്നു. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണെന്ന് പറഞ്ഞ ഉടനെ അടുത്ത ദിവസം ആള് ഇവിടേക്ക് എത്തി. രാധികയ്ക്ക് എന്തോ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു അല്ലെ, ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ക്ലാസ് തുടങ്ങിയപ്പോൾ ഇപ്പോഴും എനിക്ക് ഓർമ്മ ഉണ്ട്. ആദ്യം ക്ലാസ് തുടങ്ങിയപ്പോൾ അരുണ ഓക്കെയാണ്, നിമ്മി ഓക്കെയാണ്, ആര്യം ഓക്കെയാണ്. ക്ലാസ്സിൽ വലിയ കുഴപ്പമൊന്നുമില്ല. രാധികയ്ക്കാണെങ്കിൽ സാധനം അങ്ങോട്ട് അങ്ങോട്ട് ദഹിക്കുന്നില്ല. അപ്പൊ അപ്പുറത്ത് നോക്കുമ്പോ എന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആദ്യം ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ സംഗതി ശരിയാവണില്ലേ? അവിടെ ശരിയാവണില്ലേ സാർ. അപ്പൊ നീ ഇങ്ങോട്ട് വന്നേ അല്ലേ. പിന്നെ വേഗം അടുത്തങ്ങോട്ട് പിടിച്ചു. പിന്നെ അതിനുശേഷം പിന്നെ ഒരു പ്രശ്നം പറഞ്ഞില്ല, പിന്നെ ഒരു പോക്കായിരുന്നു. അപ്പൊ ഇവിടെ വന്നുവിട്ട കഥയൊക്കെ പറഞ്ഞു. അപ്പോ നിങ്ങളുടെ ഈ സക്സസ്, അപ്പൊ എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇതേ ബെഞ്ചിന്റെ മുന്നിൽ ഇരിക്കുന്നതിന് വളരെ സന്തോഷം. അത് ആ ഫീല്, നമുക്ക് ആ നിയർ ഫീല് കിട്ടുന്നുണ്ട്. അപ്പോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ സക്സസിലേക്ക് എത്താൻ സെന്നിന്റെ എങ്ങനെയാണ് ഞങ്ങൾ സഹായിച്ചത്? സെന്നിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ സഹായങ്ങളാണ് എങ്ങനെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റി എന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ്? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് കാര്യം എന്റെ മനസ്സിലോട്ട് വരുന്നത് സാറിന്റെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ ചാപ്റ്റർ. എനിക്ക് സത്യം പറഞ്ഞ നല്ല പേടിയുള്ള ചാപ്റ്റർ. ഞാൻ പറഞ്ഞല്ലോ സാർ, ആദ്യമായിട്ടാണ് ഫസ്റ്റ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ഫസ്റ്റ് ഗ്രൂപ്പ് പഠിക്കുന്നവർക്ക് ഇങ്ങനെ പറയുന്നുണ്ട് ഫിനാൻഷ്യൽ അങ്ങനെ അത് പേടി പ്രശ്നമാണ് ശരിക്കും. അപ്പൊ അതെങ്ങനെയായിരിക്കും, അത് ആദ്യമായിട്ട് FR പഠിക്കുമ്പോൾ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, അങ്ങനെ നല്ല പേടിയുണ്ട്. എന്നിട്ട് ഞാനൊരു 10-15 തവണയെങ്കിലും സാറിനോട് ആ ചാപ്റ്ററില് ഇതെന്താ ഇങ്ങനെ വന്നേ, അതെന്താ ഇങ്ങനെ വന്നേ, അങ്ങനെ ഒരുപാട് തവണ ഇതെങ്ങനെ OC-യിലോട്ട് പോവാ, ഇതെന്താ PNL-ലോട്ട് പോയാലേ, അങ്ങനെ കുറെ ഡൗട്ട്സ് തിരിച്ചും മറിച്ചും ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഒന്ന് ഗ്രിപ്പായി കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ചൊരു ചെറിയ രീതിയിലാണെങ്കിലും കോൺഫിഡൻസ് ആയി ഒരു സമാധാനം. അത് വലിയ ചാപ്റ്ററാണ്, 10 മാർക്സ് ഉണ്ട് നമുക്ക് എക്സാമിന്. അപ്പോൾ അത് നല്ല രീതിക്കൊരു കോൺഫിഡൻസ് തന്നിരുന്നു.
അന്ന് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഒക്കെ കത്തി നിൽക്കണ കാലം എന്താണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് പഠിച്ചാൽ 10 മാർക്ക് കഴിയില്ല. അതെ അതെ പേപ്പർ ഒക്കെ എടുത്ത് ഡെറിവേറ്റീവ്സ് അതെ ഇതെന്താ വെച്ചാൽ ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്താ വെച്ചാൽ ഈ ഡെറിവേറ്റീവ്സിൽ പേപ്പർ ചെയ്തിട്ടുള്ള പരിപാടി ഉണ്ട്. ഇത് ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് വെച്ചാൽ ബോയ്സ് പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും കൂടി വട്ടം ചുറ്റി ട്രേഡിംഗ് ഒക്കെ പഠിച്ച് ഒക്കെ കുറച്ച് കാശൊക്കെ കളഞ്ഞിട്ടാവും വരുന്നുണ്ടാവുക. അപ്പൊ അവർക്ക് ഈ ഫോർവേഡ് ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഇത് കഥ അറിയാം. ഈ പെൺകുട്ടികളുടെ അടുത്ത് ഇത് പറയുന്ന സമയത്ത് ഈ സാധനം ഫോർവേഡോ ഫ്യൂച്ചറോ അതെ ക്ലിക്കാണെങ്കിലും വാങ്ങിക്കാൻ പറ്റും. അതെ ഈ ഞങ്ങളുടെ ഫ്യൂച്ചറെ ആകെ മൊത്തം കൊണ്ടായിട്ട് നിൽക്കുന്നത് പിന്നെയാണ് വൈഫിലൊരു ഫ്യൂച്ചർ. അതെ 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 പിന്നെ പറഞ്ഞു ഫസ്റ്റ് ഗ്രൂപ്പ് ഒരു ബുദ്ധിമുട്ടുള്ളത് തന്നെയായിരുന്നു എനിക്ക് എന്നെ സമയത്തോളം. ക്ലാസ് കുറച്ചൊന്നും കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് കണ്ടിട്ടാണല്ലോ വന്നത്. എന്നിട്ടും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പം സാറാണ് എനിക്കൊരു പഠിക്കാനൊരു സ്റ്റാർട്ട് ഇട്ടത്, പ്രിപ്പയർ ചെയ്യാനും ഒക്കെ. അപ്പോഴാണ് ഒരു കോൺഫിഡൻസ് വന്നത്. അതുവരെ എനിക്ക് തന്നെ ഒരു ഇതെന്നെ കൊണ്ട് പറ്റുമോ അങ്ങനെയുള്ള ഒരു ഫീലിംഗിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോ അങ്ങനെ തുടങ്ങി എല്ലാ കോച്ചിങ് സാറ് കൊച്ചിൻ ബാങ്ക് ഓരോന്ന് ഇരുത്തി ചെയ്യിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമുക്ക് തോന്നുന്നു 2.5 ദിവസം കൊണ്ട് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് 42 ക്വസ്റ്റ്യൻ തീർന്നു. ഫുൾ ഒപ്പം ഇരുന്ന് വർക്ക്ഔട്ട് ചെയ്തതും ഒക്കെ എനിക്ക് എക്സ്റ്റൻഷനിലേക്ക് എത്താൻ അതൊരു ഫാക്ടറും കൂടിയാണ്. എല്ലായിരുന്നു ഇപ്പൊ പ്രോബ്ലംസ് എനിക്ക് ഇഷ്ടം തോന്നിയത് സാറിന്റെ കൂടെ ഇരുന്ന് തുടങ്ങിയോണ്ട് ആണ്. അങ്ങനെ പിന്നെ ജെൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ജസ്റ്റ് ഒരു ക്യാമ്പസ് അല്ല, എനിക്കതൊരു ഇമോഷൻ തന്നെയാണ്. ഇവിടെ വരുമ്പോഴും ഒക്കെ ആ ഒരു ഇതുണ്ട്, അതെ ആ ഒരു ഹോംലി ഫീൽ ആയിരുന്നു ഇവിടെ നിന്ന് പഠിക്കുമ്പോഴും. അങ്ങനെ അതിപ്പോ എല്ലാരും പറയുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ശാലിനി വന്നിട്ടുണ്ടായിരുന്നു. ശാലിനി വന്നിട്ടും ഇതേപോലെ തന്നെയാണ്, അതൊരു ഫീഡ്ബാക്ക് ആണ്. അപ്പൊ എല്ലാവരും എന്താ വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും നമ്മൾ അത്രയും മനസ്സിൽ ഒരാള് പോവാന്ന് പറയുന്ന സമയത്താണ് വെച്ചാൽ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ഔട്ട് ചെയ്യാന്ന് പറയുന്നതാണ് വെച്ചാൽ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു വിഷമമാണ്. ആള് നിർത്തി പോകുന്നു, കോഴ്സ് നിർത്തുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ്. അപ്പൊ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഇല്ലടാ എന്തെങ്കിലും ഞാൻ ചെയ്യാൻ പറ്റുമോ വെച്ചാൽ ഞാനൊക്കെ ചെയ്തുതരാം, നീ എന്തെങ്കിലും ഒരു അറ്റംപ്റ്റ് കൂടി നോക്ക് എന്ന് പറഞ്ഞിട്ട് മാക്സിമം പിടിച്ച് നിർത്താറുണ്ട് അല്ലെ. പിന്നെ സാർ പറഞ്ഞ ഒരു ഇത് എനിക്ക് അതായത് മനസ്സിലെല്ലാപ്പോഴും ഉള്ള ഒരു കാര്യം സാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ലൈഫിൽ ഏറ്റവും കൂടുതൽ ഒരുമിച്ചുണ്ടാവുന്നത് പറയുന്നത് ക്വാളിഫിക്കേഷൻ ആണ്. അപ്പൊ അതിന് പ്രയോറിറ്റി കൊടുക്കണം. ഇപ്പൊ നമ്മള് ഇപ്പൊ കരിയറിൽ എന്തെങ്കിലും ഒരു 100% കൊടുക്കാൻ പറ്റാത്ത എന്ത് ഫാക്ടർ ആണെങ്കിലും അത് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് അതിപ്പോ ഞാനിപ്പോ എന്റെ ഏതെങ്കിലും ഇപ്പൊ ഫ്രണ്ട്സോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ ആ ഡയലോഗ് സെയിം ഡയലോഗ് ഞാൻ പറയാറുണ്ട്. അല്ല അത് ജനറലി എല്ലാവരും ഈ പറയും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു ചോദിച്ചാൽ അതാണ് ലോങ് ലാസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ് ആണെന്നൊക്കെ പറയും. അല്ല എനിക്ക് അതിനൊരു എതിരഭിപ്രായമൊന്നുമില്ല. ലോങ് ലാസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളുടെ ഒപ്പം ആ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു ധൈര്യമായിട്ട്. ആ ക്വാളിഫിക്കേഷൻ ആണ് നമ്മളെ ലൈഫ് ലോങ് ജീവിതാവസാനം വരെ മരണം വരെ നിൽക്കുന്നത് ആ ക്വാളിഫിക്കേഷൻ തന്നെയാണ്. അത് തന്നെയാണ് ഫ്രണ്ട്സിന് എല്ലാവർക്കും. അത് നമ്മൾ അവരെ കുറ്റം പറയുന്നതല്ല, എല്ലാവർക്കും അവരവരുടെ ജീവിതവും പ്രയോറിറ്റീസും ഉണ്ട്. അതുമായിട്ട് മൂവ് ഓൺ ആവുന്ന സമയത്ത് ഈ ഫ്രണ്ട്ഷിപ്പിലൊക്കെ ഗ്യാപ്പ് വരും. പക്ഷെ നമ്മുടെ ഒപ്പം നിൽക്കുന്നത് ഈ ക്വാളിഫിക്കേഷൻ തന്നെയാണ്. അത് ഞാൻ എല്ലാവരുടെ പറയാറുള്ളതാണ്. അങ്ങനെ ആകുമ്പോഴാണ് അതാണ് നമ്മളുടെ ശരി. അപ്പോൾ പാസ്സൊക്കെ ആയി, ഇനിയിപ്പോൾ എന്താ അടുത്ത പരിപാടികൾ? ഇനി എങ്ങനെയാണ് ഇനിയിപ്പോൾ ബാക്കി പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നത്? അതായത് ഞാൻ വിചാരിച്ചു പാസ്സാവുന്ന വരെയാണ് ഒരു ടെൻഷൻ വരിക, പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ടെൻഷൻ. കാരണം ഇനി എവിടെ കേറും, എന്താ ചെയ്യാ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ ഇപ്പൊ ഉണ്ട്. അപ്പൊ ഇനി CV സെറ്റ് ആകുന്നു, പ്രിപ്പയർ ചെയ്യുന്നു. എനിക്ക് ജോബ് നോക്കാനാണ് താല്പര്യം. ബിഗ് 4 കയറുന്നതാണ് ആഗ്രഹം. നോക്കുന്നു. എനിക്കും സർ ഡൊമൈൻ ഒക്കെ സെലക്ട് ചെയ്ത അനുസരിച്ച് CV ഒക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ട്, ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാനുണ്ട്. അതൊരു ഭയങ്കര ടെൻഷനാണ്. ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈവൻ ദോ ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിലും അതിന്റെ ടെൻഷൻസ് നിൽക്കുന്നുണ്ട്. അതെ, കുറെ പേരുടെ ആഗ്രഹമാണ് ഇത് കഴിഞ്ഞിട്ട് വേണം. കുറെ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെക്ക് ലിസ്റ്റ് വെച്ചിട്ടുണ്ടോ? ഇത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വെച്ചിട്ടുണ്ടോ? അത് പാസ്സായി കഴിഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ലൈഫിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ട്? അത് നമ്മുടെ വൈനുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയും കാലം വീട്ടുകാരുടെ കാശിലാണ്, ഇനി ഞാൻ സ്വന്തമായിട്ട് വലിയൊരു ചോക്ലേറ്റ് ബാർ വാങ്ങിച്ചിട്ട് അത് ഞാൻ മുഴുവൻ ആസ്വദിച്ച് കഴിക്കണം സ്വന്തം. അപ്പൊ അതേപോലെ എന്തെങ്കിലും അങ്ങനെയൊക്കെയാണ്.
ശരി ശരി. ആ. എനിക്ക് അതെ ട്രാവൽ ചെയ്യണം എന്നുള്ളത് ഒരു ആഗ്രഹമാണ്. അപ്പൊ അതെ. അതിന് ക്യാഷ് വേണല്ലോ. അതെ. Travel ചെയ്ത്. ഈ ക്വാളിഫിക്കേഷൻ ഒരു വലിയൊരു എൻട്രി ആണ് അല്ലേ? ഉം. അപ്പോൾ ഒരു മിനിമം ഗ്യാരണ്ടീഡ് പാക്കേജിലുള്ള ഒരു എൻട്രി തന്നെയാണ് ക്വാളിഫിക്കേഷൻ. അത് തന്നെയാണ് ഇതിന്റെ ഈ കോഴ്സിന്റെ ഹൈലൈറ്റ്. ഇത്രയും വർഷത്തെ എഫേർട്സ് പേ ഓഫ് ചെയ്യുന്നത് ആ പാക്കേജ് വെച്ചിട്ടാണ് അല്ലേ? അതിലാണ് നമ്മളുടെ ഡ്രീംസ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്നത് അല്ലേ? അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഇവിടെ വന്നപ്പോ തന്നെ കുറെ മാറ്റങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. അതെ, തുടക്കത്തിൽ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങളൊക്കെ? പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ വന്നപ്പോ അറിയാലോ, നമ്മൾ പറഞ്ഞു അതെ. നമ്മൾ ആ ടേബിളിന്റെ ചുറ്റും ഇരുന്നിട്ട് ചെറിയൊരു സ്പേസിൽ നമ്മൾ തുടങ്ങിയത് അല്ലെ? ചെറിയ സ്പേസിൽ തുടങ്ങി. അപ്പോൾ ഓരോ ബാച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു 4 പേരെ നമ്മൾ ഫൈനൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താ 4 പേരും പാസ്സായി അല്ലെ? 2 പേർക്ക് ഇവിടെ എത്താൻ പറ്റി. 2 പേരും നേരത്തെ പാസ്സായ ആൾക്കാരാണ് അല്ലെ? അപ്പോൾ അങ്ങനെ അപ്പോൾ സ്റ്റുഡൻസിന്റെ നീഡ്സിനനുസരിച്ചിട്ട് നമ്മൾ കണ്ടിന്യൂസ്ലി ഇൻഫ്രാസ്ട്രക്ചർ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈവൻ ദോ നിങ്ങളൊക്കെ എന്താ വെച്ചാൽ ആ ചെറിയ പരിമിതിയിലാണ് വെച്ചാലും നമ്മളെ നല്ലപോലെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എപ്പോഴും നമ്മുടെ ഒപ്പം. നമുക്ക് വേറെ ആരൊക്കെ വന്നാലും നിങ്ങൾ ആ തുടക്കത്തിലത്തെ കുറച്ച് പേരാണ് സപ്പോർട്ടിൽ തന്നെയാണ് നമ്മൾ പോയത്. നിങ്ങൾ അങ്ങനെ ഒരു പരാതിയൊന്നും ഉണ്ടായില്ല ഞങ്ങൾക്ക്. നിങ്ങൾ ആ സർവീസസിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു, മോർ ദാൻ ഇൻഫ്രാസ്ട്രക്ചറിനേക്കാൾ കൂടുതൽ. അതെ അല്ലേ? അപ്പോൾ പക്ഷെ സ്റ്റിൽ എന്താണ് നിങ്ങളുടെ നീഡ്സ് നമ്മൾക്ക് പ്രയോറിറ്റി തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ പതുക്കെ ചെയ്ത് ഹോസ്റ്റൽ റൂമൊക്കെ നമ്മൾ പുതിയത് ഗേൾസിനുള്ള ഹോസ്റ്റൽ റൂമൊക്കെ പുതിയത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ബാച്ച് മുതൽ ഹോസ്റ്റൽ റൂം നമ്മളുടെ പ്രൊമൈസസിൽ തന്നെ ആയി. പിന്നെ 2ാമത്തെ ക്ലാസ് റൂമും റെഡിയായി, ക്യൂബിക്കിൾ വന്നിട്ടുണ്ട് അല്ലേ? പിന്നെ സ്ഥിരം മെസ് ഹോള് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ ഹട്ട് എല്ലാവർക്കും ഉറക്കെ പറഞ്ഞു പഠിക്കണം എന്നുള്ള ഇതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഹട്ടൊക്കെ വെച്ചത്. പിന്നെ അതൊന്നും കൂടാതെ ഇന്നും സ്ഥലം പോരാന്നാണെങ്കിൽ ഉണ്ട്, നമുക്കുണ്ട് അല്ലേ? തെങ്ങിന്റെ ചുവട്ടിലൊക്കെ കാറ്റൊക്കെ കൊണ്ടുവരുന്ന പഠിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പഴയ പോലെ തന്നെ. അങ്ങനെ അതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. ഇനിയും സ്റ്റിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇങ്ങനെ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരുമിച്ച് വന്നതിൽ വളരെ സന്തോഷം. നമ്മുടെ മറ്റേ 2 പേരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി സന്തോഷം. അതെ, പക്ഷെ അവർ ഓൾറെഡി എൻഗേജ്ഡ് ജോലിയിലൊക്കെ കുറച്ച് ഇതിൽ ഒക്യുപ്പൈഡ് ആയതുകൊണ്ട് അവർക്ക് എത്താൻ പറ്റിയില്ല സ്റ്റിൽ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഇത്രയും നമുക്ക് എത്താൻ പറ്റിയത് അല്ലേ? തുടർന്നും നമ്മൾ അപ്പോൾ ഇനി ഇവിടുന്ന് നിങ്ങൾ പോയി കഴിഞ്ഞിട്ടാണ് വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അല്ലേ, സ്ഥിരമായിട്ടൊന്നും പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയുമ്പോൾ സ്റ്റിൽ അറ്റ്ലീസ്റ്റ് 1 or 2 years ഇടയ്ക്ക് നമ്മുടെ ഇടയ്ക്ക് വരിക അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ഇടയ്ക്ക് ഒന്നിരുന്നിട്ട് ഒരുമിച്ച് ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് അതെ അല്ലേ? 2 കൊല്ലം 3 കൊല്ലം ഒക്കെ കഴിഞ്ഞ് കാണുമ്പോഴേക്കും നിങ്ങളെല്ലാം ഒരുപാട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ സമയത്തും നിങ്ങളെ ആ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം എന്നുള്ളത്. ഇൻസ്റ്റ വഴിയല്ലാതെ ഇടയ്ക്കൊന്ന് നേരിട്ട് കാണുന്നൊരു രസം. അതേപോലെ നിങ്ങളുടെയൊക്കെ നാട്ടിൽ കൂടെ ആര്യ പിന്നെ നമ്മുടെ നാട് തന്നെയാണ് അല്ലേ? അതെ, ഞങ്ങൾ അതുവഴി വരുന്ന സമയത്തൊക്കെ വിൽ ബി ഇൻ ടച്ച് അല്ലേ? അപ്പോൾ കാണാം. ഓക്കെ, താങ്ക് യു.